നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് 10 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. നഗരമധ്യത്തിലെ ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് സംരംഭം തുടങ്ങാൻ വ്യാജരേഖയുണ്ടാക്കി ലോൺ എടുത്തെന്ന ആരോപണവുമായി യൂത്ത് ലീഗ്. പ്രസിഡന്റ് പദവി ദുരുപയോഗം ചെയ്തെന്നും സ്ഥാനം രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമാണ് നടക്കുന്നതെന്നാരോപിച്ച് മുസ്ലിം ലീഗ് മാർച്ച്. സ്വേച്ഛാധിപത്യം നിറഞ്ഞവർ നാട് ഭരിക്കുമ്പോൾ എന്തും പ്രതീക്ഷിക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. മലയോര ഹൈവേ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി തേടി KRFB കിഫ്ബിക്ക് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അംഗീകാരം ലഭിച്ചാൽ ടെൻഡർ നടപടികൾ തുടങ്ങും. ആദ്യ റീച്ച് കാഞ്ഞിരപ്പാറ മുതൽ ചുങ്കം വരെ. ഓങ്ങല്ലൂർ മരുതൂരിലെ വിവാദ കോറി പ്രദേശം NCP നേതാക്കൾ സന്ദർശിച്ചു. കോറി വരുന്നത് ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുമെന്നും വനം വകുപ്പിന്റെ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്നും നേതാക്കൾ. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് 10 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. നഗരമധ്യത്തിലെ ഗോഡൌണിൽ നിന്നായിരുന്നു വൻ ലഹരി ഉൽപ്പന്ന വേട്ട. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ ഗോഡൌണിൽ 46 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. 15 ചെറിയ പാക്കറ്റുകൾ അടങ്ങുന്ന 50 വലിയ പാക്കറ്റുകളാണ് ഒരു ചാക്കിൽ ഉണ്ടായിരുന്നത്. ചില്ലറ വിൽപ്പന വിപണിയിൽ 10 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. നെല്ലിപ്പുഴ ഭാഗത്തെ സെയ്തലവി എന്നയാൾ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ഇയാൾ ഒറ്റയ്ക്കാണോ, കൂട്ടുപ്രതികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് SI V വിവേക് പറഞ്ഞു. 46ഓളം ചാക്ക് ഹാൻസും മറ്റു പുകയിലങ്ങളായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് നോക്കുമ്പോൾ അവരെല്ലാം അവർ വാടക കൊടുത്തിരിക്കുകയാണ്, വലിയ വാടക കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നെല്ലിപ്പുഴ ഭാഗത്തുള്ള ഒരു സെയ്ത് എന്ന് പറഞ്ഞൊരു പലചരക്കടക്കാരനുണ്ട്, ഞങ്ങൾ അറിയാൻ ഞങ്ങളാണ് വാടക കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4000 രൂപ മാസം റെൻറ്റ് വെച്ചിട്ട് വാടക കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് കാലങ്ങളായിട്ട് വാടക എടുത്തിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നാണ് സംഭവം എന്നുള്ള ബിൽഡിംഗ് ഓണേഴ്സിന് അറിയില്ല. പിന്നെ ഈ ഇൻഫർമേഷൻ പ്രകാരമാണ് നമ്മൾ പോയി അന്വേഷിക്കുന്നതും ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കുറേ കാലമായിട്ട് മുപ്പത് ചിലപ്പോൾ അവിടുന്ന് കുറച്ചായിട്ട് എടുത്ത് കടയിൽ കൊണ്ട് വ്യാപാരം നടത്തുന്നുണ്ടാവും. അപ്പോൾ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ കടകളിൽ ചെറിയ തോതിൽ ആൾ ഹാൻഡ്സ് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൽ അയാൾ മാത്രമാണോ ഇനി മറ്റുള്ള ആൾക്കാരും കൂടെ അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിതിന് മുന്നൊരിക്കൽ നമ്മുടെ സ്കൂൾ പരിസരത്തായിട്ടൊരു സ്കൂളിൽ നമ്മൾ റെയ്ഡ് നടത്തിയായിരുന്നു. കുറേ പേർക്ക് ഹാൻഡ്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്ന് കിട്ടാതെ പോയ ആളാണ്. അന്ന് നമ്മൾ ഇവരൊക്കെ നിരീക്ഷണത്തിലുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് മാസമായിട്ടൊരു ക്വാണ്ടിറ്റി കിട്ടുന്നത് ഇത്താണ്. അപ്പോൾ ഇതിൽ പുറകിലിപ്പോൾ മൂപ്പര് മാത്രമാണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മാസം ഒരു ലോറി പിടിച്ചായിരുന്നു. ലോറിയിൽ നമ്മൾ 120 ചാക്ക് ഹാൻഡ്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ റിലേറ്റഡ് ആണോ, ഇപ്പോൾ അവർ അങ്ങനെ ദുരിതമുള്ള റിലേഷൻ ഉണ്ടോ, എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. SI സാദത്ത്, SPOമാരായ K വിനോദ് കുമാർ, C അഷ്റഫ്, ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ MC ഷാഫി, M ഷഫീഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് സ്വകാര്യ സംരംഭം തുടങ്ങാൻ കെട്ടിടത്തിന്റെ പേരിൽ വ്യാജ രേഖയുണ്ടാക്കി സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കൈപ്പറ്റിയെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് ഭാരവാഹികൾ. പ്രസിഡന്റ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ NK അബ്ദുൽ ലത്തീഫ് 2020-21 വർഷത്തിൽ സ്വകാര്യ സംരംഭം തുടങ്ങാൻ ഒരു കെട്ടിട നമ്പറിന്റെ പേരിൽ പഞ്ചായത്തിൽ നിന്നും വ്യാജരേഖ സമ്പാദിച്ച് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ കൈപ്പറ്റിയെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശ രേഖയിൽ ഇത്തരമൊരു ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും പ്രസിഡന്റ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതായും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. അധികാര ദുർവിനിയോഗമാണ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളതെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹിയും പഞ്ചായത്ത് മെമ്പറുമായ CK സിദ്ദിഖ്, യൂത്ത് ലീഗ് ട്രഷറർ യാസിൻ KT, സഫറുള്ള പുത്തൻപുരയിൽ എന്നിവർ പറഞ്ഞു. 2020 വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലയിൽ വന്നത്. ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയിൽ NK അബ്ദുൽ ലത്തീഫിനെ വല്ലപ്പുഴക്കാർ വളരെ നല്ല രീതിയിലാണ് നോക്കിക്കണ്ടത്. എന്നാൽ സത്യപ്രതിജ്ഞാ ലംഘനവും അതുപോലെ തന്നെ ഒരു വഞ്ചനാപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്ദുൽ ലത്തീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വ്യാജമായി D&O ലൈസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വല്ലപ്പുഴ ചെപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്ന്
ബിസിനസ് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യാജമായി ഒരു ലൈസൻസ് ഉണ്ടാക്കി ബിസിനസ് ലോൺ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തികഞ്ഞ വിരോധാഭാസവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. അതുകൊണ്ടാണ് ഈ യൂത്ത് ലീഗ് ഇങ്ങനെയുള്ളൊരു വാർത്താസമ്മേളനം വിളിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. പിന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ ലൈസൻസിന്റെ കോപ്പിയും വിവരാവകാശ രേഖയും ഞങ്ങൾ കൈവശമുണ്ട്. അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താസമ്മേളനം. പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളെ അവഗണിക്കുന്ന നയമാണ് പ്രസിഡന്റ് തുടരുന്നതെന്നും പഞ്ചായത്തിലെ 16 വാർഡുകളിലും റോഡുകൾ തകർന്നടിഞ്ഞ് യാത്ര ദുരിതപൂർണ്ണമാണെന്നും ഇവർ പറഞ്ഞു. ഭരണസമിതി യോഗങ്ങൾ ചേരുന്നതിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലും ഏകാധിപത്യ നിലപാടാണ് പ്രസിഡന്റും ഭരണസമിതിയും സ്വീകരിക്കുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NK അബ്ദുൽ ലത്തീഫിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു രീതിയിൽ നോക്കിക്കണ്ട ഒരു ഭരണസമിതി, ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ തെളിവോട് കൂടിയിട്ടാണ് അദ്ദേഹം വ്യാജ ലൈസൻസ്, പഞ്ചായത്തിന്റെ വ്യാജ ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം തലപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം വല്ലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി അംഗം എന്ന നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന് വളരെ അവഗണനയോട് കൂടിയിട്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന് ഫണ്ടും വെക്കുന്നില്ല. അതുപോലെ തന്നെ ഫണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത CFC ഫണ്ട് പോലത്തെ CFC ഫണ്ട് വളരെ തുച്ഛമായ ഫണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് തരികയും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാന്റ്, റോഡ് റീടാറിങ് പോലത്തെ വർക്കുകളുള്ള ഫണ്ടാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് നിലവിൽ തന്നിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ നിലവിലെ ടാറിങ് വർക്കുകൾ എടുക്കാൻ ഒരു കോൺട്രാക്ടർമാരും തയ്യാറാകാത്ത ഒരവസ്ഥയും കൂടിയാണ്. അതേസമയം ആരോപണങ്ങൾക്കുള്ള മറുപടി പിന്നീട് പറയാമെന്നായിരുന്നു പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി. ജനാധിപത്യ രീതിയിലുള്ള മുഖ്യമന്ത്രിയല്ല ഭരണം നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലും കാണാത്ത ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും നിറഞ്ഞ രാജാവാണ് വാണുകൊണ്ടിരിക്കുന്നതെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അത് ആര് ഭരിച്ചാലും അതൊരു പ്രത്യേക പാരമ്പര്യമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അത് കൈകാര്യം ചെയ്യുമ്പോൾ പല ആളുകൾക്കും കമ്മ്യൂണിസ്റ്റ് അല്ലേ, എന്നാലും കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം എന്തായെന്ന് ചോദിച്ചാൽ കുറേ തത്വങ്ങളിലും മൂല്യങ്ങളിലുമൊക്കെ പാരമ്പര്യങ്ങളിലുമൊക്കെ ഊന്നിയിട്ടാണ് ഒരു പരിധിവരെ അവരൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചിരുന്നു. അക്കാലത്ത് പോലും കാണാത്ത ഏകാധിപത്യവും സ്വച്ഛാധിപത്യവും അഹങ്കാരവും ധിക്കാരവും ഒക്കെ നിറഞ്ഞ ഒരു രാജാവാണ് നമ്മുടെ രാജ്യത്ത് വാണുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന് വിലയുണ്ടാകുമ്പോൾ മാത്രമേ ഈ പ്രതിഷേധ സമരത്തിനൊക്കെ വിലയുണ്ടാവുകയുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മന്ത്രിമാർക്ക് മിണ്ടാൻ അവസരമില്ല എങ്കിൽ പിന്നെ താഴേക്കടയിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമാണ് നടക്കുന്നതെന്നാരോപിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ലീഗ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷനായി. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് PP മുഹമ്മദ് ഖാസിം, കൗൺസിലർമാരായ ആമിന സമീർ, ഫൗസിയ ഹനീഫ, നൂഷി നൈസാം, M ഉമർ ഫാറൂഖ്, K സൈദലവി, P കാസിം, MV അബൂബക്കർ എന്നിവരും പങ്കെടുത്തു. മാർച്ചിനു ശേഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെയർപേഴ്സണ് നിവേദനവും നൽകി.
മലയോര മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി തേടി കേരള റോഡ് ഫണ്ട് ബോർഡ് കിഫ്ബിക്ക് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മാർച്ച് മാസത്തോടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ഹൈവേയായി മാറുന്നത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും അലനല്ലൂർ കോട്ടപ്പാടം വഴി കുമരമ്പത്തൂർ ചുങ്കത്ത് ദേശീയപാതയിലേക്കാണ് മലയോര ഹൈവേ ബന്ധിക്കുക. കാഞ്ഞിരംപാറ മുതൽ ചുങ്കം വരെയുള്ള 18.1 കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടമായി നടക്കുക. 91.4 കോടി രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കുന്നത്. 12 മീറ്റർ വീതിയിൽ അഴുക്കുചാലോട് കൂടിയുള്ളതാണ് റോഡ്. അലനല്ലൂർ കോട്ടപ്പാടം ടൗണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട്, മേലെ അരിയൂർ ഉൾപ്പെടെ 10ഓളം ഇടങ്ങളിൽ കൈവരികളോടുകൂടിയ നടപ്പാതയുണ്ടാകും. പാതയുടെ അരികിൽ ടൈലുകളും വിരിക്കും. യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും. നേരത്തെ കോട്ടപ്പാടം, അലനല്ലൂർ ടൗണുകളിൽ മാത്രമായിരുന്നു കൈവരികളോടുകൂടിയ നടപ്പാത നിർമ്മാണം നിശ്ചയിച്ചിരുന്നതെങ്കിലും നിർദ്ദേശങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മറ്റ് 8 ഇടങ്ങളിൽ കൂടി നടപ്പാത നിർമ്മിക്കാൻ പുതുക്കിയ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയത്. അഴുക്കുചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക. നിരവധി വളവുകളുള്ള പാതയിൽ സാധ്യമായ സ്ഥലത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാകുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് KRFB നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മാർച്ച് മാസത്തോടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പാത കടന്നുപോകുന്ന പ്രധാന അങ്ങാടികളായ അലനല്ലൂർ, കോട്ടപ്പാടം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഈ 18.1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എവിടെയും സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇല്ല എന്നത് പ്രവൃത്തികൾക്ക് ആശ്വാസമാണെന്ന് പൊതുപ്രവർത്തകൻ KA സുദർശനകുമാർ പറഞ്ഞു. നിലവിലുള്ള ഈ നമ്മുടെ കുമരമ്പത്തൂർ ഒലിപ്പുഴ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് നേരത്തെ തന്നെ സർവേകൾ പൂർത്തിയാക്കിയതും ഏത് ഭാഗത്താണ് കയ്യേറ്റങ്ങളുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി ഒഴിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ടെൻഡർ കഴിഞ്ഞ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു വലിയ പ്രയാസമില്ലാതെ തന്നെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു തരത്തിലുള്ള തർക്കങ്ങളൊന്നും തന്നെ ഉയർന്നു വരാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിൽ 5 റീച്ചുകളിലായാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. ആദ്യ റീച്ച് ചുങ്കത്ത് അവസാനിക്കും. ഇവിടെ നിന്നും പാലക്കാട്, കോഴിക്കോട് ദേശീയപാതയിൽ ചേർന്ന് താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും. തുടർന്ന് പാറ, പൊള്ളാച്ചി റോഡ് താണ്ടി ഗോപാലപുരത്ത് എത്തിച്ചേരും. ഗോപാലപുരത്ത് നിന്നും കന്നിമാരിമേട് വരെയാണ് മലയോര ഹൈവേയുടെ 2ാം റീച്ച് നിർമ്മിക്കുക. കന്നിമാരിമേടിൽ നിന്നും നെടുമണി വരെ 3ാം റീച്ചും പനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ 4ാം റീച്ചും ഐനംപാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ 5ാം റീച്ചും നിർമ്മിക്കും. ഈ ഭാഗങ്ങളിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ നടന്നുവരികയാണ്. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര ചെറുപട്ടണങ്ങളായ കോട്ടപ്പാടം, അലനല്ലൂർ എന്നിവിടങ്ങളിൽ വികസന സാധ്യതകൾ ഏറെയാണ്. ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അലനല്ലൂർ എന്ന് പറയുന്നതും അതുപോലെ കോട്ടപ്പാടം ഈ 2 പ്രദേശങ്ങളും മലയോര മേഖലയുമായി തൊട്ടുകിടക്കുന്നതും വികസനത്തിന് ഇനിയും സാധ്യതകളുള്ളതുമായ ചെറുപട്ടണങ്ങളാണ്. അവയുടെ സമ്പൂർണ്ണമായ വികാസത്തിന് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മലയോര ഹൈവേ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് N ശംസുദ്ദീൻ MLA-യുടെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, KRFB ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി അലനല്ലൂരിൽ നവംബർ മാസത്തിൽ ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. വാർത്തകൾ തുടരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിലെ വിവാദ കോറി പ്രദേശം NCP പട്ടാമ്പി ബ്ലോക്ക് പ്രതിനിധി സംഘം സന്ദർശിച്ചു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായും പ്രദേശവാസികളുമായും നേതാക്കൾ സംസാരിച്ചു. NCP ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പ്രസിഡന്റ് P സുന്ദരൻ, നേതാക്കളായ T അനൂപ്, K ഇസ്മായിൽ, CP രാജകുമാർ, P വേശുട്ടൻ, E രാജീവ്, AT മുഹമ്മദ് ഷിയാഖ്, P ബാബു, VP ഇബ്രാഹിം, ബഷീർ വല്ലപ്പുഴ, K മോഹൻദാസ്, നാസർക്കൊപ്പം എന്നിവരാണ് കോറി വരാൻ പോകുന്ന സ്ഥലം സന്ദർശിച്ചത്. ആക്ഷൻ കമ്മിറ്റിയിലെ PM വാസുദേവൻ, വിജയൻ പൂവക്കോട്, ശങ്കരൻ, സിദ്ദീഖ് എന്നിവരുമായും പ്രദേശവാസികളുമായും സംഘം സംസാരിച്ചു. വനം വകുപ്പിന്റെ ഭൂമി റോഡിനായി ഉപയോഗിച്ചതായി പ്രഥമദൃഷ്ട്യാ ആർക്കും ബോധ്യപ്പെടുന്നതാണെന്ന് സംഘം വിലയിരുത്തി. ജനവാസ കേന്ദ്രങ്ങളിൽ കൂടിയുള്ള റോഡിന്റെ വീതി പല ഭാഗത്തും 4 മീറ്റർ പോലും ഇല്ലെന്നും ഇത് തദ്ദേശവാസികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും വിഷയം വനം വകുപ്പ് അധികൃതരെ ബോധ്യപ്പെടുത്തുമെന്നും NCP ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പ്രസിഡന്റ് P സുന്ദരൻ എന്നിവർ പറഞ്ഞു. കോറി വരുന്നത് ഈ കോറിയുടെ തൊട്ട പരിസരത്ത് തന്നെ വീടുകളുണ്ട്. വളരെ വലിയ സ്ഫോടനം നടത്താവുന്ന ലൈസൻസൊക്കെ ഇവരെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ
മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഉണ്ടോ ഇല്ലേ എന്ന് പൂർണ്ണമായി അറിയില്ല. എങ്കിലും വലിയ സ്ഫോടനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ഇവിടെയുള്ള വലിയ വീടുകൾ, വലിയ ചെലവ് ചെയ്തുണ്ടാക്കിയ വീടുകൾക്കൊക്കെ ബാധിക്കും, ജനങ്ങൾക്ക് ബാധിക്കും. അതോടൊപ്പം ഫോറസ്റ്റിൻ്റെ ഭൂമി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ജണ്ടയെ അതിർത്തിയാക്കി അവർ വെട്ടിയിട്ടുണ്ട്. ജണ്ട അതിർത്തിയല്ല, സർവേ കല്ലായിരിക്കണം അതിർത്തി. സർവേ കല്ലാണ് അതിർത്തി. അപ്പോൾ ആ ഭൂമിയിൽ അവർ കൈവച്ചതായി സംശയിക്കുന്നു. അത്തരം കാര്യമാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് യാതൊരുവിധ പിന്തുണയും കൊടുക്കില്ല എന്നുള്ളതാണ്. അതിനുവേണ്ട ഇടപെടലുകൾ ഞങ്ങൾ നടത്തും. അതോടൊപ്പം ഈ ഒരു പ്രൈവറ്റ് ഭൂമിയിലെ കുറച്ച് റോഡ് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിലുള്ള ഭൂമിയിലുള്ളത് മുഴുവൻ വീടുകളുടെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. വനഭൂമിയാണ്. വനഭൂമി കയ്യേറി റോഡ് നിർമ്മാണത്തിനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വനം വകുപ്പിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അവരിവിടെ വന്നു. അവരിപ്പോൾ ഡിജിറ്റൽ സർവേ ഇവിടെ നടത്തി. അത് മുഴുമിച്ചിട്ടില്ല. ഒരു ദിവസം കൂടെ വേണ്ടി വരും. എന്തായാലും ഇവിടെ വന്ന് കണ്ട കാഴ്ചപ്പാടിൽ ഏറ്റവും അധികം ജനവാസ മേഖല തന്നെയാണിത്. ഈ പ്രദേശത്തെ ആളുകൾ അതൊരു വളരെ പ്രശ്നമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതിപ്പോൾ ഈ നാട്ടിലെ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി പിന്നീട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിന് മുൻപ് തന്നെ മുൻകരുതൽ ആയിട്ട് ഇവിടുത്തെ നാട്ടുകാർ ഐക്യകണ്ഠേന നിൽക്കുന്നുണ്ട്. അതെന്തായാലും ഒരു നല്ല സംഭവമാണ്. എന്തായാലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അതിന് ഉദ്യോഗസ്ഥന്മാർ ഇതുവരത്തെ സർവേ നടത്തിയതിൻ്റെ റിപ്പോർട്ട് DFOനും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ നജീബ് കാന്തപുരം MLA സന്ദർശിച്ചു. പെരിന്തൽമണ്ണ, കുന്നപ്പള്ളി, കളത്തിലക്കര, കൊല്ലക്കോട് ഭാഗത്ത് ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം സർക്കാർ ഉറപ്പാക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നെൽകൃഷി നശിച്ച് വൻ നഷ്ടമുണ്ടായ കുന്നപ്പള്ളി, കളത്തിലക്കര, കൊല്ലക്കോട്ട് മുക്കിലെ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. കൃഷിനാശമുണ്ടായ പ്രദേശം MLA സന്ദർശിച്ചു. കർഷകരെ MLA നേരിൽ കണ്ടു. ബാങ്കിൽ സ്വർണം പണയപ്പെടുത്തിയും വായ്പയെടുത്തും മറ്റും കൃഷി ചെയ്ത കർഷകർക്കാണ് വൻ നാശനഷ്ടങ്ങളുണ്ടായത്. പാവപ്പെട്ട കർഷകർക്ക് താങ്ങാനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇവരുടെ നഷ്ടം കണക്കാക്കി മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് MLA പറഞ്ഞു. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MLA പറഞ്ഞു. കൃഷിവകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് MLA നിർദ്ദേശം നൽകി. കൊല്ലക്കോട്ട് മുക്കിലെ പുതുക്കുടി ഷമീർ ബാബു, അമ്പലപ്പറമ്പിൽ ചാത്തൻ, മംഗലത്ത് മുഹമ്മദ് അലി, തട്ടാരക്കാട്ടിൽ അബ്ബാസ്, അന്യേതിൽ ഹംസ, കക്കാട്ടിൽ ബുഷറ എന്നിവരുടെ നെൽകൃഷിയാണ് നശിച്ചത്. പാടം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയവരാണ് ഇവരെല്ലാം. വായ്പയെടുത്താണ് എല്ലാവരും കൃഷിയിറക്കിയത്. കൊയ്തിട്ടതും മെതിച്ചതുമായ വിളയെല്ലാം മഴയിൽ നശിച്ചു. 12 ഏക്കറോളം വരുന്ന പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത്. നവീകരണം നടക്കുന്ന ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ അതിർത്തി നിർണയത്തിൽ അവ്യക്തത ആരോപിച്ച് പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ. അഴുക്കുചാൽ നിർമ്മാണം കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞു. തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. കാഞ്ഞിരപ്പുഴ റോഡിൽ കാഞ്ഞിരം ഭാഗത്തെ റോഡ് കയ്യേറ്റം കണ്ടെത്തുന്നതിന് നടത്തുന്ന സർവേയിൽ അവ്യക്തതയുണ്ടെന്നും കയ്യേറ്റം കണ്ടെത്തുന്നതിനുള്ള സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ രംഗത്ത് വന്നതോടെയാണ് കാഞ്ഞിരത്ത് സംഘർഷാവസ്ഥയുണ്ടായത്. MLA ശാന്തകുമാരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നേരത്തെ സർവേ നടത്തി അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് മാറി റോഡിലേക്ക് ഇറക്കിയാണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നും ഇത് കയ്യേറ്റക്കാരെ സഹായിക്കാനുമാണെന്നും ആരോപിച്ചാണ് ഇവർ അഴുക്കുചാൽ നിർമ്മാണം തടഞ്ഞത്. കഴിഞ്ഞ ദിവസം MLAയുടെ നേതൃത്വത്തിൽ വ്യാപാരികളും CPM നേതാക്കളും രഹസ്യമായി യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സർവേ ചെയ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് മാറ്റി അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ വാദിച്ചു. ഇരുവിഭാഗവും തർക്കമായതോടെ പോലീസ് സംഘം എത്തി. അഴുക്കുചാൽ നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും കയ്യേറ്റമുണ്ടെങ്കിൽ പിന്നീട് ഒഴിപ്പിക്കാമെന്ന ധാരണയിലാണ് താൽക്കാലികം പ്രശ്നം അവസാനിച്ചത്. മണ്ണാർക്കാട് ഡെപ്യൂട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിൽ സർവേ നടത്തി കയ്യേറ്റം കണ്ടെത്തി 71 പേർക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കയ്യേറ്റം പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ലെന്നും യഥാർത്ഥ സർവേ നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജനകീയ കൂട്ടായ്മ. കഴിഞ്ഞ ദിവസം കാഞ്ഞിരത്ത് നടത്തിയ പ്രതിഷേധത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധം കനപ്പിക്കുമെന്നും ജനകീയ കൂട്ടായ്മ അവകാശപ്പെട്ടു. ചളവറ ശമഥ സാംസ്കാരിക വേദിയും മുണ്ടക്കോട്ടുകുരിശി ജനകീയ വായനശാലയും ചേർന്ന് അനുമോദന സദസ്സ് നടത്തി. ചടങ്ങ് ജില്ലാ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. PhD ജേതാക്കളായ ഡോക്ടർ രാജീവ്, ഡോക്ടർ ലത ബിജു,
MSc റാങ്ക് ജേതാവ് ശില്പ സി, VKG സാഹിത്യ പുരസ്കാര ജേതാവ് രമ്യ നെച്ചിങ്ങൽ, സംസ്ഥാന ഗണിതശാസ്ത്രമേള 1ാം സ്ഥാനം നേടിയ ജഗൻ KV എന്നിവരെയാണ് അനുമോദിച്ചത്. വായനശാല ആർട്ട് ഗാലറിയിൽ നടന്ന പരിപാടി കില പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അറിവ് നേടുക എന്നത് വളരെ വളരെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കർത്തവ്യം മാത്രമാണ് വ്യക്തിയത്. അറിവ് നേടിക്കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിറവേറ്റുന്നിടത്താണ് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ മനുഷ്യൻ പലപ്പോഴും മാനസികമായി തളർന്നു പോകും. അതല്ലെങ്കിൽ അത് അവിടെ നിർത്തും. ഞാൻ എന്നിലേക്ക് ചുരുങ്ങാമെന്ന്. ഓരോ ചുരുങ്ങലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ തന്നെ അപജയത്തിലേക്കാണ്. ചുരുങ്ങുക അല്ലെങ്കിൽ ഹ്രാസം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളുടെ വളർച്ച തടയുന്നു. ഉപഹാര ജേതാക്കളെ ക്ഷമത എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ സദസ്സിന് പരിചയപ്പെടുത്തി. ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ അജിത് കാളിയത്തിന് ക്ഷമതയുടെ ഉപഹാരം ക്ഷമതാ അംഗങ്ങളായ ലതാ കൃഷ്ണകുമാർ, ബിന്ദു ജീവൻ, കല്യാണിക്കുട്ടി എന്നിവർ ചേർന്ന് നൽകി. ക്ഷമതാ പ്രസിഡന്റ് സുഭാഷ് തോടയം അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം സുനന്ദ, പ്രൊഫസർ മുരളീധരൻ, വായനശാല പ്രസിഡന്റ് M കുമാരൻ, N രഘുനാഥ്, P ശശികുമാർ, ക്ഷമതാ സെക്രട്ടറി T രാമചന്ദ്രൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗം സംഗീത് P എന്നിവർ സംസാരിച്ചു. വിഷ്ണുജ, സിദ്ധാർത്ഥ് മാധവ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എലമ്പലാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ITIയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. നിലവിൽ വികസന മുരടിപ്പിലാണ് ITI എന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം പറഞ്ഞു. 2015 ഒക്ടോബറിലാണ് ITI എലമ്പലാശ്ശേരി GLP സ്കൂൾ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 2018 ജൂലൈ മാസത്തിൽ ഇറിഗേഷന്റെ ഉടമസ്ഥയിലുള്ള ഇറിഗേഷൻ ഫീൽഡ് ബൂത്തിയുള്ള സ്ഥലത്ത് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ നാമധേയത്തിൽ ITI ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും 2018 സെപ്റ്റംബറിലാണ് ക്ലാസുകൾ തുടങ്ങിയത്. സ്ഥലപരിമിതികൾ കാരണം പ്ലംബിംഗ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് കോൺക്രീറ്റ് തൂണുകളിൽ ഷീറ്റിട്ട താൽക്കാലിക ഷെഡിലാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇറിഗേഷന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് ITI കെട്ടിടം നിലനിൽക്കുന്നത്. 7 വർഷം കഴിഞ്ഞിട്ടും ഉടമസ്ഥാവകാശം മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതുമൂലം ഇവിടെ യാതൊരുവിധ വികസനവും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെങ്കിൽ ഉടമസ്ഥാവകാശം വ്യാവസായിക പരിശീലന വകുപ്പിന് കൈമാറ്റം ചെയ്യപ്പെടണം. ഇറിഗേഷൻ ഫീൽഡ് ബൂത്തി പുനർനിർമ്മിക്കാൻ വ്യാവസായിക പരിശീലന വകുപ്പിനോട് പണം ചോദിച്ചിരുന്നു. ഇതുമായിട്ടുള്ള ചർച്ച നടക്കാനുണ്ട്. എങ്കിലും ചർച്ച ഫലം കാണാത്തതാണ് പ്രശ്നം. ഇതു സംബന്ധിച്ച് MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നിട്ടിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതിൻ്റെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എലമ്പലാശ്ശേരി 2 വില്ലേജിൽ ഒരു ഗവൺമെൻറ് ITIക്ക് തുടക്കം കുറിക്കുകയും നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ്റെ പേരിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ITIയുടെ കെട്ടിടം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജലസേചന വകുപ്പിൻ്റെയാണ്, അതായത് ഇറിഗേഷൻ വകുപ്പിൻ്റേതാണ്. നാളിതുവരെ ഏതാണ്ട് 7 വർഷക്കാലമായി ഇപ്പോഴും ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പിന് നൽകാത്തത് മൂലം കഴിഞ്ഞ 7 വർഷക്കാലമായി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ആ ITIയിൽ നടക്കുന്നില്ല. നിരവധി തവണ ബന്ധപ്പെട്ട ഒറ്റപ്പാലം MLAയുടെ മുൻകാലത്താണെന്ന് വെച്ചാൽ P ഉണ്ണിയുടെയും അത് കഴിഞ്ഞതിന് ശേഷം വന്ന അഡ്വക്കേറ്റ് പ്രേംകുമാറിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം ഈ ഇറിഗേഷൻ വകുപ്പ് അവരുടെ ഉടമസ്ഥാവകാശം തൊഴിൽ വകുപ്പിനും നൽകിയിട്ടില്ല എന്നുള്ളത് വേറെ സങ്കടകരമാണ്. അതുകൊണ്ട് തന്നെ തുടർ വികസന പ്രവർത്തനങ്ങൾ ഈ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാത്തത് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ സങ്കടകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തുടർ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പാവപ്പെട്ട വ്യാപാരിക്ക് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്
പി കുഞ്ഞാവു ഹാജി വീടിന്റെ താക്കോൽ കൈമാറി. ആലിപ്പറമ്പ് പള്ളിക്കുന്നിലെ പാവപ്പെട്ട വ്യാപാരിക്ക് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ വീട് നിർമ്മിച്ചത്. അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ സ്മരണാർത്ഥമാണ് സ്നേഹഭവനം ഒരുക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വീടിന്റെ താക്കോൽ കൈമാറി. 30 സ്നേഹഭവനങ്ങൾ വിവിധ ഭാഗങ്ങളിലായി പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു വരുന്നുണ്ട്. ഇതിൽ 3ാമത്തെ വീടാണ് ആലിപ്പറമ്പ് സ്വദേശിയായ വ്യാപാരിക്ക് നിർമ്മിച്ചു നൽകിയത്. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സമൂഹത്തിന്റെ സംഘടനാ ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ മുദ്ര കൂടി ഈ പ്രദേശത്ത് ചാർത്തപ്പെടുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വ്യാപാരി സമൂഹത്തിനൊരു പ്രതീക്ഷയും ഒരു അത്താണിയും ഒരു കേന്ദ്രവും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഘട്ടം കൂടിയായിട്ടാണ് ഞാൻ ഈ പരിപാടിയെ കാണുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എർബാദ് അസീസ്, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, ലിയാഖത്ത് അലി ഖാൻ, യൂസഫ് രാമപുരം, മനോജ് മേലാറ്റൂർ, സമദ് C, PP സെയ്ദലവി, വാരിർ എസ്ദാസ്, KP ഉമ്മർ, ഇലക്ട്രോ റഷീദ്, ഷൈജൽ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം CK നവാസ്, ഫസൽ മലബാർ, കാജ മുഹൈദ്ദീൻ, ജമീല ഇസുദ്ദീൻ, റഷീദ ഡാലിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ അൽസ്ലാമ കണ്ണാശുപത്രിയുമായി ചേർന്ന് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 15 മുതൽ 25 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് താലൂക്കിലെ 2 ഇടങ്ങളിലെ സ്റ്റോറുകൾ N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളതാണ് റേഷൻ കടകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ. നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുക എന്നതാണ് സ്റ്റോർ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 10,000 രൂപ വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി പേയ്മെന്റുകൾ, മിതമായ നിരക്കിൽ 5 കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക കണക്ഷൻ, ശബരി, മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവ സ്റ്റോറുകളിൽ ലഭിക്കും. കൂടാതെ ഘട്ടം ഘട്ടമായി കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും സ്റ്റോറിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോട്ടപ്പാടം കച്ചേരിപ്പറമ്പ് 11-ാം നമ്പർ റേഷൻ കടയിൽ ആരംഭിച്ച സ്റ്റോർ N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റഫീന മുത്തനിൽ, രാധാകൃഷ്ണൻ, റഷീദ പുളിക്കൽ, ടിൻഡു, സൂര്യകുമാർ, റഫീന മുത്തനിൽ, C അബ്ദുൽ ഗഫൂർ, K പങ്കജവല്ലി, ഫാസിൽ, TK ഇപ്പു, സൈനുദ്ദീൻ താളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തെങ്കര 35-ാം നമ്പർ റേഷൻ കടയിലും സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം അയ്യപ്പൻകാവിൽ നടന്ന അയ്യപ്പൻ വിളക്കുത്സവം ഭക്തി നിർഭരമായി. നിരവധി ഭക്തരാണ് ഉത്സവത്തിന് കാവിലെത്തിയത്. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് വിശേഷാൽ പൂജകളും കാവിൽ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. വൈകുന്നേരം 3 മണിക്ക് ഗജവീരന്മാരുടെയും പാഞ്ഞാൾ വേലുക്കുട്ടി ആൻഡ് പാർട്ടിയുടെ പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ നീലിക്കാവിൽ നിന്ന് താലത്തോടുകൂടി പാലക്കൊമ്പെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വൈകിട്ട് 9 മണിക്ക് വിദഗ്ധ കലാകാരന്മാരുടെ ഡബിൾ തായമ്പകയും അരങ്ങേറി. രാത്രി അയ്യപ്പൻ പാട്ടും പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും തിരിയൊഴിച്ചിലും ആഴിച്ചാട്ടവും വെട്ടും തടവും ഉണ്ടായി. ഗുരുസ്വാമി ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് വിളക്ക് നടന്നത്. ഷൊർണൂർ കവളപ്പാറ AEP സ്കൂളിലെ 1989 ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെ നടത്തി. പ്രധാനാധ്യാപിക സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. C വിനോദ് അധ്യക്ഷനായി. മണികണ്ഠൻ, ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപികയെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു. ഓർമ്മമരം നടൽ, സദ്യ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മണ്ണാർക്കാട്ട് 10 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. നഗരമധ്യത്തിലെ ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് സംരംഭം തുടങ്ങാൻ വ്യാജരേഖയുണ്ടാക്കി ലോൺ എടുത്തെന്ന ആരോപണവുമായി യൂത്ത് ലീഗ്. പ്രസിഡന്റ് പദവി ദുരുപയോഗം ചെയ്തെന്നും സ്ഥാനം രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമാണ് നടക്കുന്നതെന്നാരോപിച്ച് മുസ്ലിം ലീഗ് മാർച്ച്. സ്വേച്ഛാധിപത്യം നിറഞ്ഞവർ നാട് ഭരിക്കുമ്പോൾ എന്തും പ്രതീക്ഷിക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. മലയോര ഹൈവേ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി തേടി KRFB കിഫ്ബിക്ക് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അംഗീകാരം ലഭിച്ചാൽ ടെൻഡർ നടപടികൾ തുടങ്ങും. ആദ്യ റീച്ച് കാഞ്ഞിരപ്പാറ മുതൽ ചുങ്കം വരെ. ഓങ്ങല്ലൂർ മരുതൂരിലെ വിവാദ കോറി പ്രദേശം NCP നേതാക്കൾ സന്ദർശിച്ചു. കോറി വരുന്നത് ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുമെന്നും വനം വകുപ്പിന്റെ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.